Okay, second semester OT and DT. General Integrated Pathology Unit 3 and 4 combined എടുക്കുകയാണ്. നമ്മൾ ക്വസ്റ്റ്യൻസ് നോക്കാം. One, sputum differs from saliva because sputum saliva തുപ്പലും കഫത്തിൽ എന്താണ് വ്യത്യാസം? തുപ്പല് വായിന്ന് വരുന്ന കഫം ലങ്സിൽ നിന്ന് വരുന്നതാണ്. അപ്പം ആൻസർ ബി ആണ്. ലോവർ റെസ്പിറേറ്ററി ട്രാക്റ്റിൽ നിന്ന് വരുന്നതാണ് സ്പ്യൂട്ടം എന്ന് പറയുന്നത്. ആൻസർ ബി ആണ്. ബെസ്റ്റ് സാമ്പിൾ ഫോർ TB ടെസ്റ്റ് ചെയ്യാൻ വേണ്ടി എപ്പോഴത്തെ സാമ്പിളാണ് ഏറ്റവും നല്ലത്? രാവിലെ എടുക്കുന്നതാണ് വൈകിട്ട് തന്നെ. അപ്പോൾ നമ്മൾ കഫം ടെസ്റ്റ് ചെയ്യുമ്പോൾ ഇപ്പോൾ രാവിലത്തെ ഏർലി മോർണിംഗ് സാമ്പിളാണ് ഏറ്റവും നല്ല സാമ്പിൾ. ആൻസർ ബി ആണ്. സീൽ ലെൻസൺ സ്റ്റെയിൻ നമ്മൾ ടെസ്റ്റ് ചെയ്യുമ്പോൾ ആസിഡ് ഫാസ്റ്റ് ബാസിലിൻ ടെസ്റ്റ് ചെയ്യുന്നത് സാധാരണ മൈക്രോബാക്ടീരിയം ട്യൂബർക്ലോസിസ് അല്ലെങ്കിൽ ട്യൂബർക്ലോസിസിന്റെ ബാക്ടീരിയ ടെസ്റ്റ് ചെയ്യുന്നത് ആണ് ആസിഡ് ഫാസ്റ്റ് ബാസിലിൻ എന്ന് പറയുന്നത്. അതിന് ടെസ്റ്റ് പറയുന്നത് സീൽ ലെൻസൺ സ്റ്റെയിൻ എന്നാണ്. ആൻസർ ബി ആണ്. ആസിഡ് ഫാസ്റ്റ് ബാസിലെ അപ്പിയർ ആസ് റെഡ് റോഡ്സ്, ചുമന്ന റോഡായിട്ടാണ് ഇങ്ങനെ വരയായിട്ടാണ് കാണുന്നത്. അപ്പോൾ അത് യൂസ് ചെയ്യുന്ന സ്റ്റെയിൻ എന്ന് പറയുന്നത് കാർബോൾ ഫ്യൂഷൻ സ്റ്റെയിനാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. അപ്പോൾ അത് റെഡ് കളറിൽ ഇങ്ങനെ കാണിക്കും. അപ്പോൾ ആൻസർ ബി ആണ്. ഓറമിൻ വോ സ്റ്റെയിൻ റിക്വയർസ്. ഓറമിൻ സ്റ്റെയിൻ എന്ന് പറയുമ്പോൾ ഫ്ലൂറസെൻസ് മൈക്രോസ്കോപ്പ് വേണ്ടി വരും. അതിൻ്റെ അൾട്രാവയലറ്റ് റേസ് ഉണ്ടാവും. അപ്പോൾ അത് നല്ല മഞ്ഞ കളറിൽ ഇങ്ങനെ നമുക്ക് കാണാൻ പറ്റും. അപ്പോൾ ആൻസർ ബി ആണ്. ഫ്ലൂറസെൻസ് എൻഹാൻസ് ഡിറ്റക്ഷൻ. CPC preservative should not be integrated, should not be refrigerated. CPC എന്ന് പറയുന്നത് നമ്മൾ സെറ്റിൽ പൈറിഡിയം ക്ലോറൈഡ് എന്ന കെമിക്കലാണ് യൂസ് ചെയ്യുന്നത്. അത് പ്രിസർവേറ്റീവ് ഡിസിൻഫെക്റ്റൻ്റ് ആയിട്ട് യൂസ് ചെയ്യുന്നതിന് സ്പൂട്ടം സാമ്പിൾ യൂസ് ചെയ്യുന്നതാണ്. അപ്പോൾ അത് ഫ്രിഡ്ജിനകത്ത് വയ്ക്കാൻ പാടില്ല. കാരണം ഫ്രിഡ്ജിനകത്ത് വെച്ചാൽ അത് ക്രിസ്റ്റലൈസ് ആയി പോകും. ക്രിസ്റ്റൽസ് ഡെവലപ്പ് ചെയ്യുമ്പോൾ ഫ്രിഡ്ജിനകത്ത് വയ്ക്കാതെ പുറത്ത് വെച്ച് കഴിഞ്ഞാൽ അത് ടെസ്റ്റ് ചെയ്യണം. ആൻസർ ബി ആണ്. ഹോൾ സ്പെല്ലിംഗ് സ്പൂട്ടം കവത്തിലൊരുകൂടെ ബാഡ് സ്മെൽ ഉണ്ടെങ്കിൽ അതിൻ്റെ അർത്ഥം അത് ലങ് ആപ്സിസ്, ലങ്സിലെ നല്ല ആപ്സിസ് കെട്ടിക്കിടക്കുന്നതാണ് അതിൻ്റെ അർത്ഥം. അപ്പം ആൻസർ ബി ആണ്. മ്യൂക്കോയിഡ് സ്പൂട്ടം ഈസ് റിച്ച് ഇൻ. മ്യൂക്കോയിഡ് സ്പൂട്ടം വെച്ചാൽ അതിനകത്ത് മ്യൂക്കസിൻ്റെ അളവ് കൂടുതലാണ്. ആൻസർ ബി ആണ്. പ്രസൻസ് ഓഫ് പസൽസ് ഉണ്ടെങ്കിൽ അത് ഇൻഫെക്ഷൻ ആണ് കാണിക്കുന്നത്. ആൻസർ ബി ആണ്. ട്രിപ്പിൾ പാക്കേജിംഗ് സ്പൂട്ടം 3 ലെയറിൽ പാക്ക് ചെയ്യുന്ന എന്തിനാണ്? സേഫായിട്ട് ട്രാൻസ്പോർട്ട് ചെയ്യുന്നത്. ലീക്കേജ് ഇൻഫെക്ഷൻ സ്പ്രെഡ് ആവാതിരിക്കാൻ വേണ്ടിയാണ്. ആൻസർ ബി ആണ്. നോർമൽ സെമൻ ലിക്വിഫാക്ഷൻ ടൈം എന്ന് വെച്ചാൽ സെമൻ്റെ ടെസ്റ്റ് ചെയ്യുമ്പോൾ സെമൻ പുറത്ത് കഴിഞ്ഞാൽ അതിൻ്റെ കടകളൊക്കെ കുറച്ച് കഴിയുമ്പോൾ അലിഞ്ഞങ്ങ് പോകും. അതിനാണ് ലിക്വിഫാക്ഷൻ ടൈം എന്ന് പറയുന്നത്. അപ്പോൾ നോർമലി സെമൻ അതിനകത്ത് എൻസൈംസ് ഉണ്ടാവും. ആ എൻസൈംസ് ആണ് അതിനെ തന്നെ നശിപ്പിച്ച് കളയുന്നത്. അപ്പം സാധാരണ 20 തൊട്ട് 30 മിനിറ്റിനകം 30 മിനിറ്റ് വരെ കാണുള്ളത് കഴിഞ്ഞാൽ അത് പതുക്കെ അതൊക്കെ എൻസൈംസ് അതിനെ നശിപ്പിക്കും. അപ്പോൾ ആൻസർ ബി ആണ്. ഫെയിലിയർ ഓഫ് ലിക്വിഫാക്ഷൻ. സെമൻ ലിക്വിഫാക്ഷൻ ആവുന്നത് നോർമലാണ്. പക്ഷെ അത് ആയില്ലെങ്കിൽ എൻ്റെ അർത്ഥം എൻസൈംസിൻ്റെ അളവ് കുറവാണെന്നാണ്. ദാറ്റ് മീൻസ് പ്രോസ്ട്രേറ്റിൽ നിന്നാണ് എൻസൈംസ് വരുന്നത്. അപ്പോൾ പ്രോസ്ട്രേറ്റ് എന്തെങ്കിലും കംപ്ലൈൻറ്റ് ഉണ്ടെങ്കിൽ എൻസൈംസിൻ്റെ അളവ് കുറയും. അപ്പം ലിക്വിഫാക്ഷൻ നടക്കത്തില്ല. അപ്പോൾ ആൻസർ ബി ആണ്. നോർമൽ സെമൻ്റെ വോളിയം ഏകദേശം 2 ml അതിൻ്റെ മുകളിലോട്ടും ആയിരിക്കും. അപ്പം ആൻസർ ബി ആണ്. ലോ സെമൻ വോളിയം കുറവാണെങ്കിൽ എൻ്റെ അത് ഇൻഫെർട്ടിലിറ്റിക്ക് റിസ്ക് ആണ്. ഇപ്പോൾ ഇൻഫെർട്ടിലിറ്റി ആവാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ വോളിയം കുറവാണെങ്കിൽ ആൻസർ ബി ആണ്. നോർമൽ സെമൻ pH കുറച്ച് ആൽക്കലൈൻ സൈഡാണ്. ആൻസർ 7.2 to 8.0 ആണ്. ആൻസർ ബി ആണ്. അസൂസോർബിയം മീൻസ് സ്പേം കൗണ്ട് ഒട്ടും ഇല്ലാത്തതിനാണ് അസൂസോർബിയം എന്ന് പറയുന്നത്. ആൻസർ ബി ആണ്. ഒലൈഗോസ്പെർമിയ റിഫേഴ്സ് ടു ലോ സ്പേം കൗണ്ട്. സ്പേമിൻ്റെ കൗണ്ട് വളരെ കുറവാണെങ്കിൽ അതിന് പറയുന്നത് ഒലൈഗോസ്പെർമിയ. നെക്രോസൂസ്പെർമിയ മീൻസ് സ്പേം എല്ലാം ഡെഡ് ആയിപ്പോയി. അപ്പം ലൈവായിട്ടുള്ള ഒരു സ്പേമും ഇല്ല. അപ്പം അതിന് പറയുന്നത് നെക്രോസൂസ്പെർമിയ. ആൻസർ എ ആണ്. ഡെഡ് സ്പേം. നോർമൽ സ്പേം മോട്ടിലിറ്റി മീൻസ് സ്പേം എപ്പോഴും നമ്മൾ നോക്കുമ്പോൾ മൂവ് ചെയ്തുകൊണ്ടിരിക്കും മൈക്രോസ്കോപ്പിൽ നോക്കുമ്പോൾ. അപ്പോൾ ഏകദേശം 80% സ്പേംസ് മൂവിങ് ആയിരിക്കും. അപ്പോൾ ആൻസർ ബി ആണ്. 80%. മോട്ടിലിറ്റി ഇസ് ഇമ്പോർട്ടൻറ്റ് ഫോർ സ്പേംസ് മൂവ് ചെയ്ത് മാത്രമേ ഫെർട്ടിലൈസേഷൻ നടക്കുകയുള്ളൂ. അപ്പം മോട്ടിലിറ്റി വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ആൻസർ ബി ആണ്.
ഫ്രുക്ടോസ് ഇൻ സെമൻ ഇസ് പ്രൊഡ്യൂസ്. ഫ്രുക്ടോസ് സെമനകത്ത് ഫ്രുക്ടോസ് എന്നുള്ള കണ്ടന്റ് ഉണ്ടാവും. അത് സ്പേം സ്റ്റോർ ചെയ്ത സെമനൽ വെസിക്കിൾസിനകത്താണ്, ശരീരത്തിലുള്ള സെമനൽ വെസിക്കിളിനകത്താണ് സ്പേം സ്റ്റോർ ആവുന്നത്. അവിടെ നിന്നാണ് അത് ഉണ്ടാവുന്നത്. അപ്പോൾ ഫ്രുക്ടോസ് സ്പേംസിന് ഒരു എനർജി പ്രൊഡ്യൂസ് ചെയ്യുന്ന ഒരു സബ്സ്റ്റൻസ് ആണ്. അപ്പോൾ അത് സെമനൽ വെസിക്കിൾസിലാണ് ഉണ്ടാകുന്നത്. ആൻസർ ബി ആണ്. ആബ്സെൻസ് ഓഫ് ഫ്രുക്ടോസ് ഇല്ലെങ്കിൽ അതിൻ്റെ അർത്ഥം എന്താണ്? സെമനൽ വെസിക്കിൾസ് പ്രോപ്പർലി ഫങ്ഷൻ ചെയ്യുന്നില്ല എന്നാണ് അർത്ഥം. സ്പേം കൗണ്ട് ഈസ് മെഷേർഡ് യൂസിങ്. സ്പേം കൗണ്ട് എങ്ങനെയാണ് നമ്മൾ മെഷർ ചെയ്യുന്നത്? മൈക്രോസ്കോപ്പിൽ വെച്ച് മെഷർ ചെയ്യുന്ന ചേമ്പർ ഉണ്ട്, എന്ന് പറയുന്ന ന്യൂബോർ ചേമ്പർ എന്നാണ് പറയുന്നത്. ആൻസർ ബി ആണ്. നോർമൽ സ്പേം കൗണ്ട് 60 to 150 മില്യൺ പെർ എം എൽ ആണ്. 60 to 150 മില്യൺ പെർ എം എൽ ആണ് നോർമൽ കൗണ്ട് എന്ന് പറയുന്നത്. മോർഫോളജി സ്റ്റഡി ചെയ്യുന്നത്, സ്പേമിൻ്റെ മോർഫോളജി നമ്മൾ സ്റ്റഡി ചെയ്യുമ്പോൾ അതിൻ്റെ ഷേപ്പാണ് നമ്മൾ സ്റ്റഡി ചെയ്യുന്നത്. അത് ഹെഡ് ഉണ്ടാവും, ഒരു ബോഡി ഉണ്ടാവും, ഒരു നെക്ക് ഉണ്ടാവും, ഒരു ടെയിൽ ഉണ്ടാവും. അങ്ങനെയാണ് അതിൻ്റെ സ്ട്രക്ചറിൽ എന്തെങ്കിലും അബ്നോർമാലിറ്റി ഉണ്ടോ എന്നാണ് നമ്മൾ സ്റ്റഡി ചെയ്യുന്നത്. അബ്നോർമൽ സ്പേം ഹെഡിന് എന്തെങ്കിലും ഷേപ്പിലോ വ്യത്യാസം ഉണ്ടെങ്കിൽ അത് ഇൻഫെർട്ടിലിറ്റിയെ ബാധിക്കും, ഇൻഫെർട്ടിലിറ്റി ഉണ്ടാവും. ആൻസർ ബി ആണ്. ടെയിൽ ഡിഫക്ട്സ് കോസ്, അതിൻ്റെ സ്പേമിൻ്റെ ടെയിലിൽ എന്തെങ്കിലും ഡിഫക്റ്റ് ഉണ്ടെങ്കിൽ അതിൻ്റെ മൂവ്മെൻറ്റ് കുറവായിരിക്കും. അപ്പോൾ ആൻസർ ബി ആണ്, റിഡ്യൂസ്ഡ് മോട്ടിലിറ്റി. സ്പ്യൂട്ടം സൈറ്റോളജി ഇസ് യൂസ്ഡ് ഫോർ. കഫത്തിനെ ടെസ്റ്റ് ചെയ്യുമ്പോൾ അതിനകത്ത് സെൽസ് നമ്മൾ ചെക്ക് ചെയ്യുന്നു. എന്തിനാണ് ടെസ്റ്റ് ചെയ്യുന്നത്? അതിനകത്ത് വേറെ ക്യാൻസറിൻ്റെ സെൽസ് വല്ലതും ഉണ്ടോ എന്ന് നോക്കാൻ വേണ്ടിയാണ്. ആൻസർ ബി ആണ്. സീൽ നെൽസൺ മെൻസൺ ഓൾസോ കോൾഡ്. സീൽ നെൽസൺ മെത്തേഡിൻ്റെ വേറൊരു പേരാണ് ആസിഡ് ഫാസ്റ്റ് സ്റ്റെയിനിങ് എന്ന് പറയുന്നത്. അപ്പോൾ അത് നമ്മൾ ടെസ്റ്റ് ചെയ്യുന്നത് ട്യൂബർക്ലോസിന് വേണ്ടിയാണ് ടെസ്റ്റ് ചെയ്യുന്നത്. ആൻസർ ബി ആണ്. ഫ്ലൂറസെന്റ് ബാസിലെ അപ്പിയറൻസ് ബ്രൈറ്റിൽ. ഫ്ലൂറസെന്റ് സ്റ്റെയിൻ ചെയ്യുമ്പോൾ അത് പ്രത്യേകത്തിൽ വേറൊരു മൈക്രോസ്കോപ്പിൽ അൾട്രാവയലറ്റ് ലൈറ്റിലാണ് നോക്കുന്നത്. അപ്പോൾ ഈ ബാക്ടീരിയ നമ്മൾ ബ്രൈറ്റ് യെല്ലോ കളറിൽ നമുക്ക് കാണാൻ പറ്റും. ആൻസർ ബി ആണ്. വാട്ട് മെത്തേഡ് സ്റ്റെയിനിങ് യൂസസ് ഹീറ്റ്? ആൻസർ ബി ആണ്. ഗ്രാം സ്റ്റെയിൻ ഈസ് യൂസ്ഡ് ഫോർ ബാക്ടീരിയ ക്ലാസിഫൈ. ബാക്ടീരിയ നമ്മൾ ഗ്രാം പോസിറ്റീവും ഗ്രാം നെഗറ്റീവായിട്ടാണ് ക്ലാസിഫൈ ചെയ്തിരിക്കുന്നത്. ഗ്രാം സ്റ്റെയിൻ പിടിക്കുന്ന ബാക്ടീരിയ ഗ്രാം പോസിറ്റീവ് പറയും, ഗ്രാം സ്റ്റെയിനിൽ കളർ കിട്ടാത്ത ബാക്ടീരിയ ഗ്രാം നെഗറ്റീവ് എന്ന് പറയും. ആൻസർ ബി ആണ്. പ്രസൻസ് ഓഫ് ഇസ്നോഫിൽ ഇൻ സ്പ്യൂട്ടം. സ്പ്യൂട്ടത്തിനകത്ത് ഇസ്നോഫിൽ ഉണ്ടെങ്കിൽ അതിൻ്റെ അർത്ഥം അലർജി അല്ലെങ്കിൽ ആസ്മ ഉണ്ടെന്നാണ്. ആൻസർ ബി ആണ്. ഹാർട്ട് ഫെയിലിയർ സെൽസ്. ഹാർട്ട് ഫെയിലായി കഴിയുമ്പോൾ സ്കവത്തിനകത്ത് ചില സെൽസ് വരും. ആൻസർ ബി ആണ്. മാക്രോഫേജസ് ആണ് അതിനകത്ത് വരുന്നത്. സൈറ്റോളജി സ്മിയർ യൂസസ്. സൈറ്റോളജി നമ്മൾ സെൽസ് ഉണ്ടോ എന്ന് ടെസ്റ്റ് ചെയ്യാൻ വേണ്ടിയാണ്. അത് നമ്മൾ സെൽസ് നമ്മൾ ഫിക്സ് ചെയ്യണമെങ്കിൽ നമുക്ക് അതിനകത്ത് ആൽക്കഹോൾ ആഡ് ചെയ്യണം, എങ്കിലേ നമുക്ക് ഫിക്സ് ചെയ്യാൻ പറ്റും. പല സ്ഥലത്തും നമ്മൾ സെൽസ് കളക്ട് ചെയ്യാറുണ്ട്. ലൈക്ക് ഇപ്പം പാപ്പ് സ്റ്റെയിൻ, ഇപ്പം സർവീക്സിൽ എന്തെങ്കിലും പ്രശ്നമുണ്ടെങ്കിൽ അവിടെ നിൽക്കുന്ന സെൽസിന് പാപ്പ് സ്റ്റെയിൻ സ്മിയർ എന്ന് പറയും. അതുപോലെ സ്മിയർ എടുക്കുമ്പോൾ അതിനെ ഫിക്സ് ചെയ്യണമെങ്കിൽ നമുക്ക് ആൽക്കഹോൾ വേണം. ആൻസർ ബി ആണ്. പാപ്പ് സ്റ്റെയിൻ ഈസ് യൂസ്ഡ് ഫോർ സൈറ്റോളജി. പാപ്പ് സ്റ്റെയിൻ സാധാരണ സെർവിക്സിൽ നിന്നാണ് എടുക്കുന്നത്. സെർവിക്സ് എന്ന് വെച്ചാൽ സെർവൈക്കൽ ക്യാൻസർ ഒക്കെ ഉണ്ടോ എന്ന് നോക്കാൻ വേണ്ടി യൂസ് ചെയ്യുന്ന ടെസ്റ്റാണ്. അപ്പോൾ ആൻസർ ബി ആണ്. സ്പെസിമെൻ ഷുഡ് ബി ട്രാൻസ്പോർട്ടഡ് ക്വിക്ലി ടു. സ്പെസിമെൻ ഉടനെ നമ്മൾ ട്രാൻസ്പോർട്ട് ചെയ്ത് കൊണ്ടുപോകണം, കാരണം അല്ലെങ്കിൽ അതിൻ്റെ ഘടകങ്ങളെല്ലാം നശിച്ചു പോകും. ആൻസർ ബി ആണ്. പ്രിവെൻറ്റ്സ് ഡിഗ്രഡേഷൻ. സ്റ്റെറൈൽ കണ്ടെയ്നർ. സ്റ്റെറൈൽ കണ്ടെയ്നർ തന്നെ യൂസ് ചെയ്യണം, കാരണം അതിനകത്ത് വേറെ എന്തെങ്കിലും വരാതെ കണ്ടാമിനേറ്റ് ആവാതെ നോക്കാൻ വേണ്ടിയാണ്. ആൻസർ ബി ആണ്. വൈഡ് മൗത്ത് കണ്ടെയ്നറിനെ യൂസ് ചെയ്യുന്നത് കണ്ടെയ്നറിൻ്റെ ഓപ്പണിംഗ് നല്ല വലുതായിരിക്കും, അല്ലെങ്കിൽ നമ്മൾ കളക്ട് ചെയ്യാനുള്ള ബുദ്ധിമുട്ടുണ്ടാവും. ആൻസർ എ ആണ്. ട്രിപ്പിൾ പാക്കിംഗ്, 3 ലെയറിലെ പാക്കിംഗ് ചെയ്യുന്നതിനാണ്. അത് സേഫായിട്ട് ട്രാൻസ്പോർട്ട് ചെയ്യാനും അത് ഇൻസ്ട്രക്ഷൻ സ്പ്രെഡ് ആവാതിരിക്കുകയുമാണ്. ആൻസർ ബി ആണ്. ബയോളജിക്കൽ സേഫ്റ്റി ക്യാബിനറ്റ് എന്ന് പറയുന്ന ഒരു ചെറിയ ക്യാബിനറ്റ് ആണ്. അതിനകത്ത് നമ്മൾ സാമ്പിൾസ് വയ്ക്കാം, സാമ്പിൾസ് കൈകാര്യം ചെയ്യാം. അതിനകത്ത് HEPA ഫിൽറ്റർ ഉണ്ടാവും, എയർ സർക്കുലേഷൻ ഉണ്ടാവും. അപ്പം ഇൻഫെക്ഷൻ അങ്ങോട്ട് സ്പ്രെഡ് ആവത്തില്ല. സാമ്പിളിനും സേഫാണ്, അത് കൈകാര്യം ചെയ്യുന്ന ആൾക്കാർക്ക് സേഫാണ്. അപ്പം അത് ഹാൻഡിൽ ചെയ്യാനുള്ള സൗകര്യത്തിന് വേണ്ടി ഉണ്ടാക്കിയിരിക്കുന്നതാണ്. അപ്പോൾ ആൻസർ ബി ആണ്. മൊട്ടിലിറ്റി ഡിക്രീസസ് ഇൻ. മൊട്ടിലിറ്റി എപ്പോഴാണ് കുറയുന്നത്? ഇൻഫെർട്ടിലിറ്റി ഉള്ള കണ്ടീഷനിൽ സ്പേമിൻ്റെ മോട്ടിലിറ്റി വളരെ കുറവായിരിക്കും. ആൻസർ ബി ആണ്. വിസ്കസിറ്റി അല്ലെങ്കിൽ അതിൻ്റെ കട്ടി കൂടുതലാണെങ്കിൽ മൂവ്മെൻറ്റ് കുറയും. വിസ്കസിറ്റി ഇൻക്രീസസ്
ഇൻക്രീസ് ഓഫ് എക്സ് മോട്ടിലിറ്റി, മൂവ്മെൻറ്റ് കുറയും, സ്പേമിൻ്റെയൊക്കെ മോട്ടിലിറ്റി വിസ്കസിറ്റി കൂടുകയാണെങ്കിൽ അത് കുറയും. ആൻസർ ബി ആണ്. ലിക്വിഫാക്ഷൻ ഓപ്പോസ് ഡ്യൂ ടു പ്രോസ്റ്റേറ്റ്. നേരത്തെ പറഞ്ഞ പോലെ പ്രോസ്റ്റേറ്റിനകത്ത് എൻസൈംസ് ഉണ്ടാവും. എൻസൈംസ് സ്പേമിനെ കുറച്ച് സമയം കഴിയുമ്പോൾ അല്ലെങ്കിൽ നശിപ്പിക്കും. അപ്പം അതിനാണ് ലിക്വിഫാക്ഷൻ എന്ന് പറയുന്നത്. അപ്പോൾ ആൻസർ ബി ആണ്. സാമ്പിൾ കണ്ടാമിനേഷൻ ലീഡ്സ് ടു ഫോൾസ് റിസൾട്ട്. സാമ്പിൾ ക്ലിയർ ആയിട്ട് നല്ല ക്ലീൻ കണ്ടെയ്നറിൽ എടുക്കണം, അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും കെമിക്കൽസ് എന്തെങ്കിലും അതിനകത്ത് കയറി വന്നു കഴിഞ്ഞാൽ റിസൾട്ട് തെറ്റിപ്പോകും. ആൻസർ ബി ആണ്. ഫൈനൽ ലാബ് സ്റ്റെപ്പ് ഈസ്, ലാബിൻ്റെ എല്ലാ ടെസ്റ്റ് കഴിഞ്ഞിട്ട് ലാസ്റ്റ് സ്റ്റെപ്പ് എന്താണ്, നമ്മൾ റെക്കോർഡ് ചെയ്യണമെന്നുള്ളത്. ആൻസർ ബി ആണ്. ഇനി എസ് എ ക്വസ്റ്റ്യൻസ് നോക്കിയിട്ട് എൻ്റെ ഒരു ആൻസർ എഴുതിയെടുക്കുക. എഴുതിയെടുത്തിട്ട് എന്തെങ്കിലും ഡയഗ്രാംസ് ഉണ്ടെങ്കിൽ അതുകൂടെ നോക്കുക. നോക്കിയിട്ട് എൻ്റെ നോട്ട്സ് ഉണ്ടാക്കി പഠിക്കാം. ഓക്കെ, അപ്പോൾ നമുക്കിവിടെ സ്റ്റോപ്പ് ചെയ്യാം. താങ്ക് യു വെരി മച്ച്.